ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ടിസ്റ്റ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പേ ഞാൻ ആപ്പ് പരിചയപ്പെടുത്തി തരാം. ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പാണ് നമ്മൾ എടുക്കുന്നത്. ക്യാൻവേനെ കുറിച്ച് മുമ്പ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കിക്കോളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ക്യാൻവ യൂസ് ചെയ്തിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് നമ്മൾ എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കാൻ നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്യാൻവ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ക്യാൻവേനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ചാനലിൽ കയറി നോക്കിക്കോളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് A4ലും പ്രിൻ്റ് എടുക്കാം, A3ലും പ്രിൻ്റ് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു A4 ഷീറ്റിലാണ്. A4 ഡോക്യുമെൻ്റ് എന്ന് അടിച്ചു കൊടുക്കുക. പക്ഷേ ഞാനിവിടെ A4 കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ താഴെ ഡോക്യുമെൻ്റ് എന്ന് വരും. അപ്പോൾ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു A4 ഡോക്യുമെൻറ്റിൻ്റെ ഒരുപാട് പേജസ് ഇങ്ങനെ വരും. ഓക്കെ, ഇതിൽ പെയ്ഡ് ഉണ്ട്, അല്ലാത്തതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ബ്ലാങ്ക് പേജാണ്. അപ്പോൾ ക്രിയേറ്റ് ബ്ലാങ്ക് എന്നുള്ളതിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് പേജ് സെലക്റ്റഡ് ആയിട്ട് വരും. ഓക്കെ, ബ്ലാങ്ക് പേജ് വന്നിട്ടുണ്ട്. ഇനി ഈ ബ്ലാങ്ക് പേജിലാണ് നമ്മൾ ആവശ്യമുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു താഴെ ലെഫ്റ്റ് സൈഡിലൊരു പ്ലസ് ബട്ടൺ ഉണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നമുക്കതിൻ്റെ താഴെ കണ്ടോ ഡിസൈൻ, എലമെൻറ്റ്സ്, ഗാലറി, അപ്ലോഡ്സ്, ടെക്സ്റ്റ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ എലമെൻറ്റ്സിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, എലമെൻറ്റ്സ് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ വരും. ഗ്രാഫിക്സ്, സ്റ്റിക്കേഴ്സ്, ഫോട്ടോസ്, അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ സ്റ്റിക്കേഴ്സാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. സി ആൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റിക്കേഴ്സിൻ്റെ വരും. ഏതൊക്കെ സ്റ്റിക്കേഴ്സ് വേണം നിങ്ങൾക്ക്? ആരോ സ്റ്റിക്കേഴ്സ്, വേർഡ് സ്റ്റിക്കേഴ്സ്, ഫുഡ് സ്റ്റിക്കേഴ്സ്, ഷേപ്പ് സ്റ്റിക്കേഴ്സ്, ഇമോജി സ്റ്റിക്കേഴ്സ്, ഫെസ്റ്റീവ് സ്റ്റിക്കേഴ്സ്, അങ്ങനെ ഒരുപാട് സെക്ഷൻ ആക്കിയിട്ട് നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് വേർഡ് സ്റ്റിക്കേഴ്സും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ വേർഡ് സ്റ്റിക്കേഴ്സിൽ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാം? വേർഡ് സ്റ്റിക്കേഴ്സിൽ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ താങ്ക് യു സെലക്ട് ചെയ്യുന്നുണ്ട്. വോവ് ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. താങ്ക് യു സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിൽ നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അതാ ഞാൻ വോവ് എന്നുള്ളതും താങ്ക് യു എന്നുള്ളതും ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഫുഡ് സ്റ്റിക്കേഴ്സാണ്. ഓക്കെ, ഫുഡ് സ്റ്റിക്കേഴ്സ് നോക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഫുഡ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോ ഉണ്ട് കേട്ടോ. അതേ നമ്മൾ പേ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതും ഉണ്ട്. അപ്പോൾ നമുക്കൊരു കുറച്ച് സ്റ്റിക്കേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അത് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് സെലക്ട് ചെയ്ത് ആ പേജിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മിനിമൈസ് ചെയ്യാൻ വേണ്ടി തന്നാൽ മതി. ഓക്കെ, അപ്പോൾ അത് ഇത്രയും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് സൈസ് ഇങ്ങനെ കുറച്ച് വെക്കാം. നമുക്ക് ഏത് സൈസിനാണോ വേണ്ടത് ആ സൈസിന് നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഓരോന്നും നമ്മുടെ പേജിൽ കംപ്ലീറ്റ് വെക്കാം. ഇനി ഈ സെയിം സംഭവം തന്നെ അടുത്ത ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോയി വീണ്ടും സ്റ്റിക്കേഴ്സിൽ പോയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഈ ഒരു ബർഗറിൻ്റെ പിക്ചർ നമുക്ക് ഒന്നും കൂടി വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്താൽ മുകളിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ. അപ്പോൾ അതിലൊന്ന് ടച്ച് ചെയ്താൽ കണ്ടോ 2 എണ്ണം വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കാം. പിന്നെ നമുക്ക് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഈ താങ്ക് യു എന്നുള്ളത് ഒരെണ്ണം കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, മുകളിൽ ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ നമുക്ക് ഒരു സ്റ്റിക്കറും കൂടി വരും. ഓക്കെ, പിന്നെ ഈ സംഭവത്തിനെ തന്നെ നമുക്ക് ക്രോപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമുക്കുണ്ട്. ദെൻ ട്രാൻസ്പെറൻസി, പൊസിഷൻ, അങ്ങനെ താഴെ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി വേറെ നമുക്ക്
ഇപ്പോൾ ഇതിലുള്ള ഓൾറെഡി അവരുണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഇനി അതല്ലാതെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രെയിമൊക്കെ ചെയ്യുമ്പോൾ ഒരു ബേബി ഫ്രെയിം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 3D ബേബി ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് വേണം, കുറച്ച് ബേബി പിക്ചേഴ്സ് വേണം അല്ലേ. ഇപ്പോൾ ബേബി ഗേളിൻ്റെയാണ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സെർച്ച് ബാറിൽ പോയിട്ട് ബേബി ഗേൾ എന്നടിച്ചു കൊടുത്താൽ മതി. ബേബി എന്നടിച്ചു കൊടുത്താലും വരും, ബേബി ഗേൾ എന്നടിച്ചു കൊടുക്കുമ്പോൾ ഗേൾസിൻ്റെ പ്രത്യേകമായിട്ട് വരും. ഓക്കെ, അപ്പോൾ കണ്ടോ ഇവിടെ മുകളിൽ കാണുന്നില്ലേ ബേബി ബോയ്, ബേബി ഫീറ്റ്, ബേബി ഷവർ, ബേബി ടോയ്സ്, പിങ്ക് ബലൂൺസ്, ബേബി ഗ്ലോവ്സ്, ഇതൊക്കെ സെലക്ട് ചെയ്താൽ ആ പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ളത് വരും കേട്ടോ. അപ്പോൾ ഇത് ബേബി ഗേൾസിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട്. ഫോട്ടോസ്, വീഡിയോസ് അതൊന്നും ആവശ്യമില്ല, നമുക്ക് മുകളിൽ ഈ ഗ്രാഫിക്സ് ഇല്ലേ അത് മാത്രമാണ് ആവശ്യം. അപ്പോൾ ആൾ കൊടുത്ത് നോക്കുമ്പോൾ ഇതാ നമുക്ക് ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രോ എന്നുള്ളത് എടുക്കരുത്, അത് പേ ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതല്ലാത്ത കുറച്ച് സ്റ്റിക്കേഴ്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കാണാം ഇതുപോലുള്ള ക്യൂട്ട് സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഈ സംഭവം തന്നെ ഇപ്പോൾ ഈ ബേബി എന്നുള്ളത് എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ താഴെ കണ്ടോ അതിലുള്ള എല്ലാ കളേഴ്സും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു സ്കൈ ബ്ലൂ ഉള്ള കളറിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേറെ ഏതെങ്കിലും കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവിടെ ഒരു റെഡ് കൊടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ കണ്ടോ റെഡായിട്ട് ചേഞ്ച് ചെയ്യും. ഇനി ആ യെല്ലോ ഉള്ള കളറിൻ്റെ ഭാഗത്ത് നമുക്കൊരു ഗ്രീൻ കൊടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ കണ്ടോ ഗ്രീൻ ചേഞ്ച് ചെയ്യും. അങ്ങനെ നമുക്ക് കളർ മാറ്റിയെടുക്കാനുള്ള ഓപ്ഷനും ഇതിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിക്കേഴ്സ് എല്ലാം ഇതിൽ അറേഞ്ച് ചെയ്ത് നമുക്ക് ഏത് സ്റ്റിക്കറാണോ വേണ്ടത് അതിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ മുകളിലുള്ള ആരോ കീ റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ള ആരോ കീ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് താഴെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇപ്പോൾ MP4 വീഡിയോ ആയിട്ടാണ് വരുന്നത്, അതായത് പിക്ചേഴ്സൊക്കെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇമേജസ് മാത്രമായിട്ട് കിട്ടാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് JPG ആയിട്ട് കൊടുക്കാം, എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഡിസൈൻ പ്രിപ്പയർ ആയിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് സെറ്റായിട്ടുണ്ടാവും. ദെൻ നമുക്കത് ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം. പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ പ്രിൻ്റായിട്ട് സ്റ്റിക്കേഴ്സ് മേക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ എന്താ പറയുക സ്റ്റിക്കർ പ്രിൻ്റായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഇങ്ങനെ ബാക്കിൽ ഗ്ലൂ വരുന്ന രീതിയിലുള്ളതും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ നേരെ ഗാലറിയിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഗാലറിയിൽ കണ്ടോ ഗാലറിയിൽ നമ്മളത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് അത് നമുക്ക് നമ്മുടെ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അതാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്കേഴ്സ് പ്രിൻറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ നോർമൽ പ്രിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 30 രൂപ, ചിലയിടത്തൊക്കെ 40 രൂപ അങ്ങനെ വരും കളർ പ്രിൻ്റ്. ദെൻ സ്റ്റിക്കർ പ്രിൻ്റ് ആണെന്നുണ്ടെങ്കിലും ചിലയിടത്ത് 35 രൂപ 45 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ, A3 സൈസിന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷോപ്സിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റേറ്റ് കൊടുക്കണം നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.